പരിമിതികളോട് പടവെട്ടി കുണിയയിലെ ഉദുമ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ നേടിയ വിജയങ്ങൾക്ക് അഭിമാനത്തിന്റെ ഇരട്ടി മധുരം. വിവിധ മേഖലകളിൽ ഇവർ നേടിയ മികവിനുള്ള പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ SN കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി. സർവകലാശാലാ തലത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിലും ലഹരിവിരുദ്ധ ഹ്രസ്വചിത്ര മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ഉദുമ ഗവൺമെന്റ് കോളേജ് മികവിന്റെ പട്ടികയിൽ മുന്നേറുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ പ്രമുഖ കോളേജുകളെ പിന്നിലാക്കി ഈ വർഷത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ കോളേജ് യൂണിയൻ എന്ന നേട്ടവും ഇവർ സ്വന്തമാക്കി. കണ്ണൂർ SN കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ ബുധനാഴ്ച വിജയ വിളംബര ഘോഷയാത്ര നടത്തി അവാർഡുകൾ കോളേജ് പ്രിൻസിപ്പൽ K. വിദ്യയ്ക്ക് കൈമാറി. അടുത്ത കാലത്ത് ആരംഭിച്ച കോളേജ് പരിമിതികളോട് പടവെട്ടിയാണ് തളക്കവും വളക്കവും വന്ന കോളേജുകൾക്ക് പോലും നാളിതുവരെയായി കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നത്. കുണിയ ഗവൺമെന്റ് സ്കൂളിന്റെ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തിച്ചു വരുന്ന കോളേജിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഒരുപാടുണ്ടെന്ന് നേട്ടത്തിന്റെ അഭിമാനത്തിനിടയിലും പ്രിൻസിപ്പൽ ദിവ്യ പറഞ്ഞു. ഗവൺമെന്റ് VHSCയുടെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഈ പുതിയ 2016-17 വർഷത്തെ അഡ്മിഷനോടുകൂടി 3 ബാച്ച് കൂടി പുതിയതായി വന്നിരിക്കുന്നു. 3 ക്ലാസ് റൂമും കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ തൽക്കാലം 6 റൂം മാത്രമേ ഇവിടെ സ്കൂളിന്റെ വകയെ അനുവദിച്ച് തന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ താൽക്കാലികമായി പുതിയൊരു പുറത്തേക്കുള്ള റോഡിനപ്പുറത്തുള്ള കെട്ടിടത്തിലാണ് 3 ക്ലാസ്സുകൾ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അങ്ങനെ കോളേജിന്റെ ശോച്യാവസ്ഥ കണ്ട് ഉദുമ MLA ശ്രീ കുഞ്ഞിരാമൻ അവർ 5 ലക്ഷം രൂപ പാസ്സാക്കി തന്ന അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും എല്ലാ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും മികച്ച വിജയം ഇപ്പൊ കണ്ണൂർ സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച ജൈവ പച്ചക്കൃഷി തോട്ടത്തിന്റെ മത്സരത്തിൽ അവർ പുറമേയുള്ള നമ്മുടെ കോളേജിൽ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ പുറമേയുള്ള സ്ഥലം എടുത്താണ് അവർ കൃഷി നടത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് 1 സ്ഥാനം കിട്ടിയിരിക്കുന്ന BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BCom എന്നീ കോഴ്സുകളാണ് കുണിയയിലെ കോളേജിൽ നിലവിലുള്ളത്. 9 ക്ലാസ് മുറികൾ വേണ്ടിടത്ത് 6 മുറികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രവർത്തന ഫണ്ടും ലഭിക്കുന്നില്ല. സ്വന്തം ചെലവിൽ കൃഷിയിറക്കി വിജയം കൊയ്തെടുത്ത വിദ്യാർത്ഥികൾ അവ വിറ്റഴിച്ചാണ് അധ്വാന ചെലവടക്കം കണ്ടെത്തിയത്. പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം നടന്നു വരുന്നുണ്ടെങ്കിലും സ്വന്തമായ കെട്ടിടം എന്ന സ്വപ്നം ഇനിയും അകലെയാണെന്ന ചിന്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ അലട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.